നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം നിലനിർത്തി UDFന്റെ കരുത്തായി മാറിയിരിക്കുകയാണ് രമേശ് പിഷാരടി. കന്നിയംഗത്തിൽ തന്നെ വൻ വിജയം നേടിയ താരത്തിന് പിന്നാലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മുൻ MLA ആയ രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയൊരു കമന്റാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ പാലക്കാട് നടന്ന പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണ് ഈ സൈബർ ചർച്ചകൾ. പാലക്കാടിനെ ചേർത്ത് പിടിച്ച വോട്ടർമാർക്കും ഒപ്പം നിന്ന പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് രമേശ് പിഷാരടി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. കേരളത്തിന്റെ മഹാവിജയത്തിനൊപ്പം പാലക്കാടിനെ ചേർത്ത് നിർത്തിയതിന് നന്ദി എന്ന പിഷാരടിയുടെ വാക്കുകൾക്ക് താഴെ ആശംസയുമായി രാഹുൽ മാങ്കുട്ടത്തിൽ എത്തുകയായിരുന്നു. പാലക്കാടിന്റെ MLA എന്നാണ് രാഹുൽ പിഷാരടിയെ വിശേഷിപ്പിച്ചത്. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന രാഹുലിന് പകരം സ്ഥാനാർത്ഥിയായി എത്തിയ പിഷാരടിയുടെ വിജയത്തെ രാഹുൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആ ഒരു സൂചനയായി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെ കാണുന്നത്. എന്നാൽ ഈ കമന്റിന് താഴെ സോഷ്യൽ മീഡിയ രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുകയാണ്. തിരിച്ചുവാ രാഹുൽ, നിനക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് ആരാധകർ കുറിക്കുമ്പോൾ വിവാദങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നുണ്ട്. രാഹുലിന്റെ പിടിപ്പുകേട് കാരണമാണ് പിഷാരടിക്ക് അവസരം ലഭിച്ചതെന്ന് പരിഹസിക്കുന്നവരും കുറവല്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിമാറിയ സീറ്റായിരുന്നു പാലക്കാട്. എന്നാൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പിഷാരടി ഇറക്കി മണ്ഡലം നിലനിർത്താനായത് UDFന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. താൻ എന്തിനാണോ വന്നത് അത് പൂർണ്ണമായി നിറവേറ്റാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലാണ് പിഷാരടി ഇപ്പോൾ. വിവാദങ്ങൾക്കും സൈബർ പോരുകൾക്കുമിടയിലും പാലക്കാട്ടെ വിജയം UDF ക്യാമ്പുകളിൽ വൻ ആഘോഷമായി മാറി. നിയമസഭയിൽ പിഷാരടിയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം രാഹുലിന് പകരം സ്ഥാനാർത്ഥിയെത്തിയ രമേശ് പിഷാരടിയുടെ വിജയം കോൺഗ്രസ് ക്യാമ്പുകളിൽ വൻ ആശ്വാസം നൽകി. 13,000 മുകളിൽ ഭൂരിപക്ഷം നേടി മണ്ഡലങ്ങളിൽ സുരക്ഷിതമാക്കുവാൻ കഴിഞ്ഞത് പിഷാരടിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. രാഹുലിന്റെ കമന്റിന് താഴെ സ്നേഹപ്രകടനമായി ഒരു വിഭാഗം എത്തുമ്പോഴും കേസുകളെ ചൂണ്ടിക്കാട്ടി മറുവിഭാഗം വിമർശനം കടുപ്പിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പിഷാരടി കന്നിജയം ആഘോഷിച്ചപ്പോൾ കോടതി മുറിയിൽ കനത്ത നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. പാലക്കാട് നിയമസഭാ മണ്ഡലം രമേശ് പിഷാരടിയിലൂടെ UDF നിലനിർത്തുന്നതിന്റെ ആവശ്യം അടങ്ങുന്നതിന് മുൻപേ തന്നെ മുൻ MLA രാഹുൽ മാങ്കുട്ടത്തിന് തിരിച്ചടിയായി മറ്റൊരു കേസ് വീണ്ടും എത്തിയിട്ടുണ്ട്. പീഡനക്കേസിൽ രാഹുലിനെതിരെ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചു. വിജയലഹരിക്കിടയിലും ഈ നിയമ നടപടികൾ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട്ടെ വോട്ടർമാർക്ക് പിഷാരടി നന്ദി പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ചർച്ചകളുടെ കേന്ദ്രബിന്ദു. പാലക്കാടിന്റെ MLA എന്ന് പിഷാരടി അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയ കമന്റുകൾ അണികൾ ഏറ്റെടുത്തെങ്കിലും ഇതിന് പിന്നാലെയാണ് നിയമ നടപടികൾ രാഹുലിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുന്നത്. വിദേശത്തുള്ള യുവതി നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത 3ാമത്തെ പീഡനക്കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തിരുവല്ല കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ജനുവരിയിൽ ഈ കേസിൽ രാഹുൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം നേടുകയും ചെയ്തു. നിലവിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുലിന് ഈ കുറ്റപത്രം രാഷ്ട്രീയമായി വലിയ ആഘാതമാണ് സൃഷ്ടിക്കുക. പാലക്കാട്ടെ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ വരും ദിവസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചയാകുമെന്നത് ഉറപ്പാണ്.